ഹായ്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ വരുന്ന ടൈമായിരുന്നു. ബസ് സ്റ്റോപ്പ് ഫുള്ള് കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ കയറാതെ വേറൊരിടത്തായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കുറച്ചപ്പുറത്ത് കിടന്ന ഒരു കല്ലും എടുത്തുകൊണ്ട് ഒരു കുട്ടി പോകുന്നത് കണ്ടു. നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഓപ്പോസിറ്റ് നിന്ന് കുറേ ആളുകൾ ഓടി വന്നപ്പോഴാണ് മനസ്സിലായത് ബസ് സ്റ്റോപ്പിൽ നല്ല അടി നടക്കുവാണ്. ആരൊക്കെ തമ്മിലാണെന്ന് അറിയില്ല, ഏതൊക്കെ ക്ലാസ്സുകാർ തമ്മിലാണെന്ന് അറിഞ്ഞില്ല. പക്ഷെ നല്ല അടി നടക്കുവാണ്. കുറേ പേര് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതുപോലും വക വെക്കാതെ കുട്ടികൾ നല്ല രീതിക്ക് അടിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വിളിച്ച് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അകത്ത് കൊണ്ടുപോയി, സ്കൂളിൽ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി. പിന്നെ പോലീസൊക്കെ വന്നു. ഇങ്ങനെ സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ ഇടി നടന്നതിൻ്റെ സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. 2 പേർക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടത്. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ഏതോ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെയാണ് ആളുകൾ അങ്ങോട്ട് പരസ്പരം പറയുന്നത്. ഈ പഠിക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടവും ഒരാളെ രണ്ടുപേരും സ്നേഹിക്കുകയൊക്കെ ചെയ്യും. അത് അന്നേരത്തെ ഒരു ഇതിൽ മാത്രമാണ്. അതും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മക്കളെ എവിടെയും എത്തത്തില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിനേക്കായി മുഖ്യം എന്ന് പറയുന്ന ഒരു ജോലി തന്നെയാണ്. അത് ഏത് രീതിയിലായാലും ഏത് കാസ്റ്റ് ആയാലും ശരി, അത്യാവശ്യം നല്ലൊരു ജോലി മേടിക്കുക. ഇപ്പോൾ പെൺകുട്ടികളായാലും ശരി, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കുള്ളവരെ ജോലിക്ക് വിടത്തില്ല. നമുക്ക് കല്യാണത്തിനേക്കായി നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ ജോലിക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് കല്യാണം. മുമ്പത്തെ കാലത്ത് അങ്ങനെ പറ്റത്തില്ല. 18 വയസ്സ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പിടിച്ച് കെട്ടിക്കും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നുകൂടെ സ്മാർട്ടാണ്. അവർ ജോലി മേടിച്ചിട്ട് കെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരത് കേൾക്കും. ഇപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥയെ തോന്നും, ഇത് നല്ലതാണ്, ഇത് സ്നേഹിക്കുന്ന കുട്ടി നല്ലതാണ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ എന്നും പറഞ്ഞ് അവരുടെ കൂടെ നമ്മളെ ഇറങ്ങിപ്പോവും. പിന്നീടായിരിക്കും നമുക്കിത് അറിയാൻ കഴിയുന്നത്. 1 വർഷമോ 2 വർഷമോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്നേഹിക്കും. പിന്നെ നമ്മളടുത്ത് പറയുന്നത് നീ കാരണമല്ലേ ഞാൻ ഇങ്ങനെ ആയത് എന്നൊരു ചോദ്യം അവിടെ വരും. എൻ്റെ ഒരു ഇതിൽ ജോലി മേടിച്ചിട്ട് തന്നെ കുട്ടികൾ കല്യാണം കഴിക്കുക. ഇറങ്ങിപ്പോയ കുറേ പേര്, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനുഭവം തന്നെ ഉണ്ട്. ഇറങ്ങിപ്പോയോണ്ട് ഇപ്പോൾ പാരൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവൾക്ക്. ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി, മരണത്തിനെ മുഖാമുഖം കണ്ട് നിൽക്കുമായിരുന്നു അവൾ. പല പെൺകുട്ടികളും ഇപ്പം മോഡേൺ ആണ്, കുറച്ചുകൂടെ മെച്ചുവേർഡായി എന്ന് പറഞ്ഞാലും കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെല്ലാം അവർ മറക്കും. പിന്നെ കുട്ടികളുടെ കാര്യം നോക്കാമല്ലോ എന്നും പറഞ്ഞ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറേഞ്ച് മാരേജ് തന്നെയാണ് നല്ലത്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ കണ്ടുപിടിച്ച വരനെ അല്ലല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ച വരനെയല്ലേ എനിക്ക് തന്നത് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അറേഞ്ച് മാരേജ് ആണെങ്കിൽ. ലവ് മാരേജ് ആണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിൽ എത്ര നാൾ അവരുടെ അടിയും തൊഴിയൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റും? അതിൽ നിന്ന് എത്ര പേര് പുറത്തിറങ്ങും? മിക്കുള്ളവർ അവിടെ തന്നെ ഒതുങ്ങി കൂടുക ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സ്വയം മരണത്തിന് കീഴടങ്ങും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രണയം ആവാം, അതൊരു ടൈം പാസിനാവരുത്, ചതിക്കാനാവരുത് എന്നും പറഞ്ഞ് നമ്മുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യുന്ന രീതിയിലും ആവരുത്. മുഖ്യ ലക്ഷ്യം പഠിക്കുക, ജോലി മേടിക്കുക, അതായിരിക്കണം. അപ്പോൾ